അടിപൊളി ഒരു ബിരിയാണിയാണ്. ഇപ്പൊ കോഴിക്കോട് സ്റ്റൈലില് ആണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. കുക്കറിൽ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, സിമ്പിൾ ആണ്. അപ്പൊ വീഡിയോ ആദ്യം കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒന്ന് എങ്ങനെ ബിരിയാണി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായി ഒരു 3/4 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ, അത് കറക്റ്റ് ആവും. ഇനി ഇതേ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തോളി. അപ്പോൾ ഇത് ബ്രോയിലർ കോഴിയാണ്. കോഴിക്കോടൻ ബിരിയാണി ലഗോൺ കോഴി കൊണ്ടാണ് സാധാരണ ഉണ്ടാക്കൽ. അപ്പോൾ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് അതേ രുചിയിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റിന് ഇരുന്നോട്ടെ. ഇനി ഒരു ടേബിൾ സ്പൂൺ വൈറ്റ് കസ്കസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ പലചരക്ക് കടയിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു രുചിയാവും നമ്മളെ ബിരിയാണിക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം പറഞ്ഞിട്ട് നമ്മളിത് കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ തന്നെ ഇത് കുതിർന്ന് കിട്ടും. ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാം ഓയിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. പാം ഓയിലാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മൾ ബിരിയാണിക്ക്. അപ്പോൾ ഏത് എണ്ണയും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഇനി എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നൈസാക്കി അരിഞ്ഞെടുത്ത ഒരു ഉള്ളിയാണിത്. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നൈസാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ ഗോൾഡൻ കളർ വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞ് പോകരുത് കേട്ടോ. കരിഞ്ഞ് പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും, ഒരു കയ്പ്പ് രസമായിട്ട് വരും. അപ്പോൾ അത് കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം അതിൽ നിന്ന്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം. അതും ഇതുപോലെ ഒന്ന് കളറ് മാറി വന്നതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ മുന്തിരി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉണക്കമുന്തിരി. അതും ഇതേപോലെ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അതിനുശേഷം ഒരു 20ഓളം വെളുത്തുള്ളി അല്ലി, ആ അളവിനുള്ളൊരു ഇഞ്ചി കഷ്ണം, 2 പച്ചമുളക്, ഇത് നന്നായിട്ടുണ്ട് ചതച്ചെടുത്തിട്ട് മാറ്റി വെക്കാം നമുക്ക്. അതിനുശേഷം ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയൊക്കെ വറുത്തെടുത്ത ഓയിലുണ്ടല്ലോ, ആ ഓയിൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇനി എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഇനിയൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരു 2 മിനിറ്റോളം നമുക്ക് ഇതിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ചതച്ചെടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 30 സെക്കൻഡ് നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെസ്റ്റിന് വെച്ച 3/4 കിലോ 750 ഗ്രാം ചിക്കൻ ഉണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ടാവും കേട്ടോ റെസ്റ്റിന് വെച്ചിട്ട് നമ്മളിത്. അതിനുശേഷം ഇത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് പാകത്തിന് വെന്തോളൂ നമ്മളെ ചിക്കന്. അപ്പോൾ ലഗോൺ ചിക്കൻ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ മുട്ടക്കോഴി എന്നൊക്കെ പറയും. അപ്പോൾ അത് നല്ല വേവുള്ള ചിക്കനാവും. അപ്പോൾ ആ ചിക്കനാണെങ്കിൽ ഒരു 6 വിസിലെങ്കിലും ചുരുങ്ങിയത് അടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് 2 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി തുറക്കാതെ തന്നെ മാറ്റി വെക്കാം. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായ അരി നമ്മൾ എടുത്തിട്ടുണ്ട്. സാധാരണ കോഴിക്കോടൻ ബിരിയാണിക്ക് കൈമ റൈസാണ് വേണ്ടത്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധാ ബിരിയാണി അരിയാണ് കേട്ടോ. ഇതിട്ട് വെച്ചാലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ബിരിയാണി റെഡിയായി കിട്ടും. ഇത് ജോക്കർ എന്ന് പറഞ്ഞ അരി കേട്ടോ. അപ്പോൾ ഈ അരി ഇനി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം അരി വേവിച്ചെടുക്കാൻ നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരി നമ്മൾ ഊറ്റിയെടുക്കുകയാണ്, വറ്റിച്ചെടുക്കല്ലോ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുള്ളത്. ഇത് മൂടി വെച്ചിട്ടേ നന്നായിട്ടുണ്ട് തിളപ്പിച്ചെടുത്തോളി. അപ്പോൾ വെള്ളം കണ്ടോ നന്നായിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്കൊരു 4 ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കാം. ഒരു 6-7 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച 1/2 കിലോ അരിയാണ് ഇത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 3/4 കിലോ ചിക്കനും 1/2 കിലോ അരി ഉണ്ടെങ്കിൽ
5 ലിറ്റർ കുക്കറിൽ കറക്റ്റായി കിട്ടും കേട്ടോ ബിരിയാണി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ അളവിനാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഈ വെള്ളത്തിൻ്റെ പാകത്തിനായിരിക്കണം ഉപ്പ്. അപ്പോഴാണ് ചോറിൽ ഉപ്പ് കറക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അരിയുടെ വേവ് എന്ന് പറയുന്നത് ഒരു 80%. അതായത് അരി നമ്മളെടുത്ത് ചവക്കുമ്പോൾ ആ അരിയുടെ കടിയൊന്ന് മാറി കിട്ടുമല്ലോ, അതുവരെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരുപാടിട്ട് വേവിക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ആവശ്യത്തിനോട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്നു നോക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചോറ് വെള്ളം വാർക്കാനായിട്ട് ഊറ്റിയെടുക്കാം. ഇനി ചിക്കൻ വേവിച്ച് വെച്ച കുക്കർ വീണ്ടും നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, ആ ചിക്കനിലുള്ള വെള്ളം തന്നെയാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് നൈസാക്കി അരിഞ്ഞതാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു പിടി പുതിനയില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വൈറ്റ് കസ്കസ് ഒന്ന് ചെറുതായിട്ട് അരച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. പുളി കുറഞ്ഞ തൈരായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ബിരിയാണി മസാല 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയതാണ്. ഇനി ഇത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 3 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിലേക്കിട്ട കൂട്ടുകളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു കുറച്ച് ഗ്രേവി നമുക്ക് മാറ്റി വെക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ നമുക്കിത് മാറ്റി വെക്കാം ഇതേപോലെ. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ലെവലാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഊറ്റി വെച്ച ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പകുതി ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ച ഗ്രേവി പകുതി ഒഴിച്ച് കൊടുക്കാം. അതേപോലെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ പകുതിയോളം ഇട്ട് കൊടുക്കാം. പിന്നെ വറുത്ത് വെച്ച ഉള്ളി അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിനയില അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയർ ചോറും ഇതിൻ്റെ മുകളിൽ കണ്ട് ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന ചോറ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതേപോലെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം, ആദ്യം ചെയ്ത പോലെ തന്നെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയിലേക്ക് നമ്മൾ നെയ്യ് കൊടുത്തിട്ടില്ല, പകരം ചോറിലാണ് നമ്മൾ നെയ്യ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കണക്കിന്, അപ്പോൾ ഈ ഒരു അളവിൽ 5 ലിറ്റർ കുക്കറിൽ ഒരു 3/4 ഭാഗത്തോടെ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തു. അപ്പോൾ 1 കിലോ അരിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ കുക്കർ എടുക്കാവും നല്ലത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബിരിയാണി മസാല. ഇനി കുക്കർ മൂടി വെച്ചിട്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. പിന്നെ കുക്കറിൽ വിസിൽ വരുത്തരുത് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടാക്കിയെടുത്ത പണിയൊക്കെ വെറുതാവും, അടി കരിഞ്ഞു പോവും. അപ്പോൾ ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്താ സ്മെല്ല് എന്നറിയോ, അടിപൊളി സ്മെല്ലാട്ടോ. തുറക്കുമ്പോൾ തന്നെ എങ്ങനെയാണെങ്കിൽ കഴിക്കുമ്പോൾ എന്താകും അവസ്ഥ. ഇനി ഇതിൻ്റെ ചോറ് മാത്രം നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചോറ് മാത്രമായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി, അതേപോലെ ഗരം മസാല, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ ചേർത്തിട്ടുള്ളൂ, വേറെ പൊടി മസാലകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ കണ്ടോ, ചിക്കനൊക്കെ നല്ല ജ്യൂസി പരിവായിട്ടുണ്ട്. ഇതേപോലെ കൊണ്ട് കിട്ടണം കേട്ടോ. ഇനി നമ്മുടെ ബിരിയാണി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എന്താ അടിപൊളി രുചി കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ എളുപ്പത്തിലുണ്ടല്ലേ, നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിയെടുത്തില്ലേ. ഇത്ര പണിയുള്ള ബിരിയാണി ഉണ്ടാക്കാൻ ആർക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ നേരാവൂ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, ഇതേപോലെ ഉണ്ടാക്കിയെടുത്തോളി. നല്ല രുചിയിൽ നമുക്ക് ബിരിയാണി കിട്ടും. അപ്പോൾ വളരെ ചിലവ് കുറച്ചിട്ടും സമയ ലാഭത്തിലും നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെടുത്ത് കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്തോളി. നല്ല അടിപൊളി കോഴിക്കോടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ കണ്ടില്ലേ,
നമ്മളെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ കുക്കറിൽ നമ്മൾ തയ്യാറാക്കി എടുത്തു. അപ്പോൾ ഇത് കോഴിക്കോടൻ ബിരിയാണിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ആദ്യം ലൈക്ക് അടിച്ചൊന്ന് കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.